ഹായ് ഫാമിലീസ്, ഈ ഉടുത്തൊരുങ്ങി പോകുന്നത് അമ്പലത്തിലേക്കുള്ള പോക്കാണ്. അപ്പോൾ ഞാനും മോളുടെ കൂട്ടുകാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതിന് ശേഷം പുറത്ത് നിൽക്കുകയാണ്, കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? അമ്പലത്തിനകത്ത് നിന്നും പുറത്ത് നമ്മൾ പ്രസാദം കഴിച്ചതുകൊണ്ട് വീണ്ടും അമ്പലത്തിനകത്തേക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമ്പലത്തിനകത്ത് നിന്നും താളമേളത്തോടുകൂടി താലപ്പൊലിയോടുകൂടി കാവിലേക്ക് പുറത്തേക്ക് പോകുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മേളം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഓരോരുത്തരായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ മേളത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൽ നിന്ന് കാവിലേക്ക്, വളരെ വലിയ ദൂരമൊന്നുമില്ല, വളരെ അടുത്ത് തന്നെയാണ്. ദീപത്തെ ആനയിച്ച് ഉടവാളുമൊക്കെ ആയിട്ടാണ് കാവിലേക്ക് പോകുന്നത്. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അവിടെ തടിച്ച് നിന്നത്. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കാവിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ബാക്കേ നമ്മളും പോകുന്നുണ്ട്. അപ്പോൾ കാവ് ആ ഭാഗത്താണ്. പക്ഷേ കാവിലേക്ക് എനിക്ക് പോയി എടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോ, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. മഴയും ചെളിയൊക്കെ ആയിട്ട് വലിയ പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. ഇതാണ് ഇത്ര മണിക്കൂർ എടുത്തവർ വരച്ചിട്ടേക്കുന്നതാണ് ഈ കളം. കാണാൻ എന്ത് ഭംഗിയായിരുന്നു. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് വരച്ച് അത്രയും പവിത്രമായ ഒരു കാര്യം കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എല്ലാ വർഷവും ഇവിടെ ഈ ചടങ്ങ് നടക്കുന്നതാണ്. വെട്ടിക്കോട് ആയില്യത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമുക്കും ഈ പുന്നാങ്കണം ദേവീക്ഷേത്രത്തിൽ നാഗരൂട്ട് ചെയ്യാറുണ്ട്. മുന്നേ കാലങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് എനിക്ക് തോന്നുന്നു 2-3 വർഷമായിട്ട് ഇപ്പോൾ വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൻ്റെ വലിയ ആയില്യത്തിൻ്റെ ആ സമയത്താണ് ഇവിടെ ആയില്യ പൂജ നടക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ ആയില്യ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടുത്തെ ആയില്യത്തിന് വലിയ പൂജയും കാര്യങ്ങളുമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഈ ചടങ്ങ് നടന്നു വരികയാണ്. ഇങ്ങനെ കളം വരച്ച് പൂജ ചെയ്ത് ഓരോ ടീമിനെ അവർ ഏർപ്പാട് ചെയ്ത് അങ്ങനെ വലിയൊരു ഫംഗ്ഷനാണ്. 2-3 ദിവസത്തെ ഒരു വലിയ ചടങ്ങായിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയും നാഗകന്യകയായിട്ട് 3 പേരെ നിർത്തി അവരെ യഥാവിധി പ്രകാരം നിർത്തി അവരെ അനുഗ്രഹിച്ച് കളം മായ്ക്കുന്നതാണ് ചടങ്ങ്. അപ്പോൾ കൂടുതലും കളം മായ്ക്കുന്നത് നാഗരാജാവായിട്ട് വരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ ഇരിക്കുന്നത്. ബാക്കി നാഗയക്ഷിയമ്മയും നാഗകന്യകയാണ്. അത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കന്യകയായിട്ടും 60 വയസ്സിന് മേളിലുള്ളവരെ നാഗമാതാവായിട്ടും ഇരുത്തുന്നു. അപ്പോൾ ഇവരെ അനുഗ്രഹിക്കുമ്പോഴേക്കും അതിനനുസരിച്ച് മേളം ഉയരും. ഈ മേളം അതിനനുസരിച്ച് ഉയർന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇവരുടെ മനസ്സും ശരീരവും അങ്ങ്. അപ്പോൾ ഈ ആടി വേണം ഈ കളം അത്രയും അഴിക്കാനായിട്ട്. ഈ വരച്ചിട്ടിരിക്കുന്ന കളം അത്രയും ഒരു മുക്കും മൂലയും ഇല്ലാതെ ആടി അഴിക്കും. അപ്പോഴേക്കും നമ്മൾ പനിനീര് വെള്ളവും പിന്നെ കരിക്കിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് അവരെങ്ങനെ തണുപ്പിച്ചു കൊണ്ടേയിരിക്കണം. പാലൊഴിക്കാറുണ്ട്. കൂടുതലും കരിക്കും വെള്ളമാണ് അവിടെ ഒഴിക്കുന്നത്. ഈ എല്ലാ മൂലയിലും വന്നിട്ട് പിന്നെ നാഗകന്യ കുഞ്ഞായതുകൊണ്ട് അവിടെ പോറ്റി തന്നെയാണ് അത് തൂത്ത് ഇതാക്കുന്നത്. അപ്പോൾ നാഗരാജാവായിട്ടിരിക്കുന്ന ആ ചേട്ടനാണ് എത്രയോ ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ചടങ്ങ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഇരിക്കുന്ന ആ മോക്കും അങ്ങനെ തന്നെയാണ്, ആ അമ്മൂമ്മയ്ക്കും അങ്ങനെ. എല്ലാവരും വ്രതശുദ്ധിയോടുകൂടി വളരെ ആചാരമായിട്ട് എടുക്കുന്ന ഒരു പവിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ കളമെല്ലാം മായ്ച്ചതിന് ശേഷം ഈ നാഗരാജാവിന് കാവിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ, ബൈ.